ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ബിഗ് ബോസ് റിവ്യൂ മലയാളം സീസൺ 6. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ല, കണ്ടന്റ് അധികം ഇല്ലാത്ത സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാറില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളെ കുറിച്ചാണ്. സിജോയുടെ തിരിച്ചുവരവ്. ഞാൻ 2 ദിവസം മുന്നേ പ്രൊമോ വരുന്നതിന് 2 ദിവസം മുന്നേ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിജോ ഈ ആഴ്ച തിരിച്ചു വരും എന്നുള്ളത്. ആക്ച്വലി ഞാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവർ സർപ്രൈസ് ആക്കി മാറ്റിയിട്ട് സിജോ തിരിച്ചെത്തിയിരിക്കുന്നു. ജാസ്മിൻ ഗബ്രി കോംബോ ക്ലിയർ ആയിട്ട് അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രൊമോ എന്ന് നമുക്ക് കിട്ടുന്നത്. സിബിൻ സീക്രട്ട് റൂമിലാണ് എന്ന് ഞാൻ പറയുന്നു. സിജോ തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നത് സിബിൻ സീക്രട്ട് റൂമിലായിരിക്കും. അയാൾ തിരിച്ചു വരും. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ സിജോ വന്ന പ്രൊമോ നിങ്ങൾ കണ്ടിട്ട് പോവാം. സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ലാലേട്ടൻ എന്റെ കയ്യിൽ അമർത്തി പിടിപിടിച്ചു. അന്ന് എനിക്ക് കിട്ടിയ എനർജി എന്റെ ലൈഫിൽ അവസാനം വരെ എനിക്കിനി തീപ്പൊരിയല്ല. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഒരു കാട്ടുതീയുമായിട്ടാണ്. അത് ഞാൻ കത്തിച്ചിട്ട് ഇവിടുന്ന് ഞാൻ സോ ഗൈസ്, എല്ലാവരും പ്രൊമോ കണ്ടില്ലേ? സിജോയുടെ ഒരു കിഡിലെ തിരിച്ചുവരവാണ്. നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിജോ ഇല്ലാതെ ഇനി ആ ഗെയിം മുന്നോട്ട് പോയില്ല എന്നുള്ളത്. വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാം വന്നവരിൽ നിന്നും നമ്മൾ മെച്ചപ്പെട്ടു പറയുന്ന 2 കണ്ടസ്റ്റന്റുകളായിരുന്നു സിബിനും പൂജയും. 2 പേരും പോയിരിക്കുകയാണ്. സോ ഇനി സിബിൻ ഇല്ലാതെ ആ ഗെയിം മുന്നോട്ട്, സിജോ ഇല്ലാതെ ഗെയിം മുന്നോട്ട് പോയില്ല. സോ അതിനുവേണ്ടി തന്നെ കറക്റ്റ് ടൈമിലാണ് സിജോന്റെ എൻട്രി വന്നേക്കുന്നത്. സിജോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നേക്കുന്നത്. സോ കളി മാറ്റി പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. വന്ന സമയത്ത് തന്നെ ജാസ്മിന് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മൂപ്പർ പറഞ്ഞിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് അതോടെ നല്ലൊരു പ്ലേ പ്രതീക്ഷിക്കാം സിജോയുടെ കയ്യിൽ നിന്ന്. സിജോ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് റോക്കിയുടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റുകൊണ്ട് പുറത്തു പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് സിജോ. അടിപൊളിയായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ടോ, നല്ല മെലിഞ്ഞ നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് മൂപ്പര് തിരിച്ചെത്തിക്കുന്നത്. സംഭവം പൊളിക്കുന്നു വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറൊരു പ്രൊമോ ഉണ്ട്. ജാസ്മിൻ ഗബ്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ. സോ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. എനിക്ക് ഇതിന്റെ ഒരു അടിവരെ ഇടണം. ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരും. പക്ഷെ എത്ര നാള് നീ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞു? എന്ത് സത്യത്തെ ഞാൻ കള്ളമാക്കി പറയണേ? ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിന് കിട്ടി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് രാത്രി 9:30. സോ ഗൈസ്, എല്ലാവരും ആ വീഡിയോ കണ്ടില്ലേ? വീഡിയോയില് ഗബ്രി ജാസ്മിനെ നൈസായിട്ട് തേച്ചിട്ടുണ്ട്. 50 ദിവസം അടിപൊളിയായിട്ട് ഗബ്രി എന്ത് ചെയ്തിരിക്കണോ, ജാസ്മിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. 50ാമത്തെ ദിവസമായി അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തു. നൈസായിട്ട് മൂപ്പർക്ക് മനസ്സിലായി ഇനി ഈ പ്ലാൻ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയില്ല എന്ന് മനസ്സിലായി. ക്ലിയർ കട്ട് ആൻസർ. ജാസ്മിൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്ന എന്താണ്, ഗബ്രിയുടെ കയ്യിൽ നിന്നും എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ വന്നിട്ടില്ല, അവനാണ് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിനെ മുഖത്തടിച്ച പോലെ ഗബ്രി പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല, നീ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് അയാൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. സോ ഇനി അവരെന്തായാലും സെപ്പറേറ്റ് ആവും, അതോ ഇനി വീണ്ടും നാടകം കളിക്കുമോ എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഇവരെ കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ വന്ന പ്രൊമോ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ അങ്ങനെ വല്ലാതെ നമ്മൾ കാണുന്നില്ല. അവരുടെ ആ കൂടെ ഇരുത്തവും കൈപ്പിടുത്തവും ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. ആ കണ്ടന്റ് അവർക്ക് തന്നെ മതിയായിട്ടുണ്ട്. സോ അവർ വീണ്ടും ഗെയിമിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ നല്ലൊരു കണ്ടസ്റ്റന്റ് ആവുമെന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ് കേട്ടോ. ആക്ച്വലി 2 പേർക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. ഈ കോമഡി പരിപാടി അവർ നിർത്തിക്കഴിഞ്ഞാൽ സംഭവം അവർ കസറും. നല്ല പ്രോമിസിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് അവർ 2 പേരും. കാരണം നന്നായി സംസാരിക്കാൻ അറിയണം. ഈ നന്നായി സംസാരിക്കാനും വിൽ പവറും മനസ്സിന് പവറുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സിബിൻ ആക്ച്വലി നന്നായി സംസാരിക്കാൻ കഴിയും, പക്ഷെ വിൽ പവർ ഇല്ല, ആൾ അവിടെ അടിഞ്ഞുപോയി. ഈ ജാസ്മിനും ഗബ്രിയും ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ മുമ്പ് മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ അവരുടെ മേത്തേക്ക് നമ്മൾ അത്യാവശ്യത്തിന് നല്ല പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പിടിച്ചു നിന്ന് അവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് അവർ നല്ലൊരു പ്രോമിസിങ് കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന മല്ലയ്യയുടെ കാര്യമാണ്. ജിൻഡോ മല്ലയ്യ. ചാലഞ്ച് 1, പവർ ടവർ. നിങ്ങൾ സ്വപ്നം കാണുന്ന വളർച്ച പോലെ ഒരു ടവർ നിർമ്മിക്കുക. ഇത് തകർത്തെറിയാൻ പലരും പല ശ്രമങ്ങളും നടത്തും. അവയെല്ലാം ശക്തമായി പ്രതിരോധിച്ച് ഉയരമുള്ള ടവർ നിർമ്മിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം. ആക്ച്വലി ഫിസിക്കൽ ടാസ്ക് ഇത്തവണ വളരെ കുറവായിരുന്നു. കാരണം വെറും ആളുകൾ മാത്രമുള്ള ഒരു
കണ്ടസ്റ്റന്റ് ഉള്ള ടീമോ ആയതുകൊണ്ട് ഇപ്രാവശ്യം ബിഗ് ബോസിലേക്ക് ആ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു ബിഗ് ബോസിന് ശരിക്കും നല്ലൊരു ടാസ്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഫിസിക്കൽ ടാസ്ക് വളരെ കുറവായിരുന്നു. കാരണം 50ാമത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും സാധാരണ ബിഗ് ബോസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല നല്ല ഫിസിക്കൽ ടാസ്കുകൾ ഒരുപാട് കഴിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ബിഗ് ബോസിനെ ഇവരെ അടി കഴിഞ്ഞിട്ടോ ഇവരെ തെറി വിളിച്ചിട്ട് കഴിഞ്ഞിട്ടും ഒരു ടാസ്ക് കൊടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടി. സോ അങ്ങനെ ഒരു ടാസ്ക് ഇതുവരെ ബിഗ് ബോസിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ നമ്മളൊരു ടാസ്ക് കണ്ടു. നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു. ഫിസിക്കലി നന്നായിട്ട് കളിക്കുന്ന ടാസ്ക് ആയിരുന്നു. സായി നന്നായി കളിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി കളിച്ചു കേട്ടോ. വലിയ അടിയും വഴക്കുകളും കാരണം വലിയ തെറിവുകളും ഇല്ലാതെ ആ ടാസ്ക് അടിപൊളിയായിട്ട് പോയി. ആക്ച്വലി ജിൻഡോനെ ലോക്ക് ചെയ്യുന്ന ഒരു സീനാണ്. അഭിഷേക് എസ് ജിൻഡോനെ ലോക്ക് ചെയ്യുന്ന ഒരു പ്രമോണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളതൊരു അടിയിലാവുന്ന കലാശങ്ങൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ജിൻഡോയും അഭിഷേകും ആയതുകൊണ്ട് അത് അവർ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടേ പോവുള്ളൂ എന്നുള്ളത്. ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോയത് അടിപൊളിയായിരുന്നു. നല്ലൊരു മെസ്സേജാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കളിക്കുന്ന സമയത്ത് കളിക്കുക, അത് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ തെറി വിളിക്കാതിരിക്കുക. നേരെ മറിച്ച് ഗബ്രി ആണെങ്കിലോ വേറെ ഒരാളാണെങ്കിലോ ആ ഗെയിമിന്റെ രീതി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവർ രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ചു എന്ന് വേണം പറയാനായിട്ട്. അർജുനാണെങ്കിലും ജിൻഡോനെ വലിച്ചെറിഞ്ഞിട്ട് പോലും ജിൻഡോ പരാതി പറയാതെ നൈസായിട്ട് ആ ഗെയിം സ്പിരിറ്റോട് കൂടി എടുത്തിട്ടാണ് അയാൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ ജിൻഡോ അതിൽ നന്നായി കളിച്ചു തന്നെ വേണം പറയാനായിട്ട്. അടുത്തതായിട്ട് നമ്മളിനി പറയുമ്പോൾ ലാസ്റ്റ് സിബിനെ കുറിച്ചാണ്. സിബിനെ കുറിച്ച് ഞാൻ പറയണ്ടെന്ന് വെച്ചാണ്, പക്ഷെ എനിക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയോണ്ട് മാത്രം ഞാനത് ഷെയർ ചെയ്യാണ്. സിബിൻ മിക്കവാറും സീക്രട്ട് റൂമിലാവാനാണ് സാധ്യത. ഏകദേശം 75% സിബിൻ സീക്രട്ട് റൂമിലാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ സിബിൻ സീക്രട്ട് റൂമിൽ പോയിട്ട് തിരിച്ചു വന്നാലും ഞാനിനി അയാൾക്ക് പുല്ലുവിലയെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇത്രയും വീക്കായ കണ്ടസ്റ്റന്റ് ഇനി അതിൻ്റെ ഉള്ളിൽ കളി കണ്ടു വന്നിട്ട് വീണ്ടും കളിച്ചു കഴിഞ്ഞാൽ അതൊരു രസമില്ലാത്ത കാര്യമാണ്. ആക്ച്വലി പുറത്താക്കേണ്ടതാണ്. നമ്മളെല്ലാവരും അഭിപ്രായം നമ്മളെല്ലാവരും അത് അറിയിക്കാൻ തന്നെ വേണം. കാരണം സീക്രട്ട് റൂമിൽ ഇട്ട് വീണ്ടും അയാളെ ഇനി തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. പൂജ 2 ആഴ്ച കൊണ്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ന്യൂസ്. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മാക്സിമം 2 ആഴ്ച കൊണ്ട് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സോ ഇത്രയാണ് ഇന്ന് വരെയുള്ള 50ാമത്തെ എപ്പിസോഡ് വരെയുള്ള ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമ്മൾ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നല്ല നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുള്ളൂ. വെറുതെ നിങ്ങൾക്ക് ഫേക്ക് ഇൻഫർമേഷൻ തന്നിട്ട് ലൈക്കും കമന്റും ഷെയറും കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. സോ ഗൈസ്, വെയിറ്റിംഗ് ഫോർ അനദർ അടിപൊളി എപ്പിസോഡ് ഓഫ് ബിഗ് ബോസ്. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുള്ളൂ. താങ്ക് യു.